വേണ്ടല്ലോ, കാലം കുറെ പതിവ് തുടങ്ങിയിട്ട് രൂപ 300 ഓരോ മാസം ഈ നടയിലെറിഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ആ കാശ് പുറത്തു കൊടുത്ത പലിശ എത്ര കിട്ടുമെന്ന് അറിയാം എനിക്ക്. ജീവിക്കാൻ നിവൃത്തില്ലാത്ത തെണ്ടി നടന്നപ്പം ഒരു വഴി പറഞ്ഞെന്ന് ഇവിടുന്നാണല്ലോ. ആവേശം പടം ഭയങ്കര ഹിറ്റായി ഓടുന്നു. ഞാൻ പടം കണ്ടു. എനിക്കൊരു സ്റ്റീരിയോ ടൈപ്പ് പടമായിട്ട് തോന്നിയ. അതൊന്നും വേണ്ട. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി. ആസ് യൂസ്വലുള്ള ഫാദറിന്റെ വട്ടത്തറം, ഫാദറിന്റെ എസെൻട്രിക് റോൾ. പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. സർ, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല, ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷനാ. ഫാദർ ഇപ്പം അതിൽ ടൈപ്പ് കാസ്റ്റ് ആയിരിക്കുക. ഒരു ആക്ടറിന് പറഞ്ഞ ഫ്ലെക്സിബിൾ വേഴ്സറ്റൈൽ ആവണം. ഫാദറിന്റെ എല്ലാ റോളും ഒരേ ടൈപ്പാണ്. ഇത് കാണാൻ കുറെ മണ്ടന്മാരും ഉണ്ട്. ആവശ്യമില്ലാത്ത ഡയലോഗ് ഒന്നും പറയല്ലേട്ടാ. തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യ? എന്ത് കഥയാണ് ഇപ്പം ഈ സിനിമയിലുള്ളത്? വെറുതെ മേക്കിംഗ് മാത്രം. ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന കോമഡി അല്ല, വെറും വളുപ്പാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. പാതി വട്ടത്തം ഓൺ മാറ്റി പിടിക്കാൻ വയ്യ. എത്ര നാളെ വട്ടത്തം തുടങ്ങിയിട്ട്. എന്താ ഇതൊക്കെ? ഒരു തെറ്റ് പറ്റി പോയി ക്ഷമിക്കണം. എവിടുന്ന് കിട്ടി ഈ വട്ടന്? വീട്ടിലേക്ക് വട്ടലൂടാ. ഒന്ന് ഇളകിയതാണോ? 3 പ്രാവശ്യം ഇളകി, 3 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം പിടിച്ചു. ചേച്ചി ആവേശം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവേശം ഹിറ്റായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. ഈ വട്ടൻ റോസ് കണ്ടു മടുത്തു. ഇനിയെങ്കിലും മാറ്റി പിടിക്കുക ഫാദർ. സാർ, ദയവായി ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിക്കരുത്. കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് സാർ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി